ബി.ജെ.പിയിലേക്ക് വരാൻ തെക്കൻ കേരളത്തിലെ ഉന്നത നേതാവിന്റെ മകൻ ചർച്ച നടത്തി. വെളിപ്പെടുത്തി ശോഭാ സുരേന്ദ്രൻ. തെക്കൻ കേരളത്തിൽ നിന്ന് ഉന്നതനായ നേതാവിന്റെ മകൻ പാർട്ടിയിലേക്ക് വരാൻ തന്നോട് ചർച്ച നടത്തിയെന്ന് ബി.ജെ.പി ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. പാർട്ടിയിലേക്ക് വരുന്നതിനായി നിരവധി ആളുകൾ തയ്യാറായിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് വെളിപ്പെടുത്തൽ. തെക്കൻ കേരളത്തിലെ ഉന്നതനായ ഒരു നേതാവിന്റെ മകൻ ഈ കാര്യം തന്നോട് ഫോണിൽ സംസാരിച്ചു. ആര് വന്നാലും സ്വീകരിക്കുക എന്നതാണ് പാർട്ടിയുടെ നയം. കണ്ണൂരിലെ മണ്ണ് 3-ലേറെ ബലിദാനികൾക്കുള്ളതാണ്. CPM ആണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത്. ചെങ്കൊടി പിടിച്ച ആര് വന്നാലും പൊളിച്ചടുക്കി കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇത് ശോഭാ സുരേന്ദ്രന്റെ മിടുക്കല്ല. താൻ പിടിച്ച താമര ചിഹ്നമുള്ള കൊടി കൊണ്ടാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നും ആളുകൾ വരുന്നതെന്നും ശോഭ പറഞ്ഞു. താൻ നിലവാരമില്ലാത്തയാളാണെന്നാണ് EP ജയരാജൻ പറയുന്നത്. പാർട്ടിയിൽ ചേരാനായി പിന്നെ എന്തിനാണ് ഹോട്ടൽ മുറിയിലെ 109-ാം മുറിയിൽ താനുമായി ചർച്ച നടത്താൻ EP ജയരാജൻ വന്നതെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. CPMന്റെ കോട്ടയായ വയലാറിലും പുന്നപ്രയിലും താമര ചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പതിഞ്ഞത്. ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ വന്ന ഒരു നേതാവ് മാത്രമല്ല, CPMൽ നിന്നും ഒഴുക്കുണ്ടാവുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂത്തുപറമ്പ് ഉൾപ്പെടെ കണ്ണൂരിലെ ഒരു മണ്ഡലവും പാർട്ടിക്ക് ബാലികേറ മലയല്ല. വെറും 2% വോട്ടുള്ള ത്രിപുരയിൽ അധികാരം പിടിക്കാമെങ്കിൽ 20% വോട്ട് ഉയർത്തിയ കേരളത്തിലും അത് സാധ്യമാണ് എന്നും അവർ വ്യക്തമാക്കി.